ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. Written in these walls are the stories that I can't explain. I leave my heart open, but it stays right here empty for days. She told me in the morning she don't feel the same about us in her bones. Seems to me that when I die, these words will be written on my stone. And I'll be gone, gone tonight. The ground beneath my feet is open wide. The way that I've been holding on too tight, with nothing in between. The story of my life, I take her home. I drive all night to keep her warm in time. It's frozen. The story of my life, I give her hope. I spend her love until she's broke inside. The story of my life. Written on these walls are the colors that I can't change. Leave my heart open, but it stays right here in its cage. I know that in the morning now, see us in the light upon the hill. Although I am broken, my heart is unchained still. And I'll be gone, gone tonight. The fire beneath my feet is burning bright. The way that I've been holding on so tight, with nothing in between.
സങ്കീർത്തനം 23. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുടെ വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. സൂര്യയുടെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ. യോഹന്നാൻ 2:1 മുതലുള്ള ദൈവവചനം കേൾക്കുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോടെ, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പാൻ എന്ന് പറഞ്ഞു. അവർ ഒക്കോളവും നിറച്ചു. യേശു കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പി എന്ന് അവൻ പറഞ്ഞു. അവൻ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളിനെ വിളിച്ച്, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇങ്ങനെ ഇവിടെ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. കർത്താവിനെ സ്തുതിപ്പീൻ. പ്രാർത്ഥിക്കാം. ഗലീലയിലെ കാനാവിൽ വെച്ച് നിന്റെ സാന്നിധ്യത്താൽ വിവാഹത്തിന്റെ അവസ്ഥയെ ശുദ്ധീകരിച്ച കർത്താവ്, ഇന്ന് ആവശ്യാവസ്ഥയിൽ ഒന്നിച്ച് ചേർക്കപ്പെടുവാനുള്ള അതിന്റെ ദാസരെ അനുഗ്രഹിക്കുന്നു. അവരെ നിന്റെ നല്ല വിചാരങ്ങളെ സംരക്ഷണയിൽ കാത്തുകൊള്ളണം. അവർ നിന്റെ വിശുദ്ധാമത്തെ ഇടപെടാതെ ഭയപ്പെട്ട് സ്നേഹിക്കുമാറാണ്. അവർ നിന്റെ ഹിതം അനുസരിക്കുവാൻ ഇടയാക്കണമേ. നിന്റെ സംരക്ഷണയിൽ അവർ ക്ഷേമമായിരുന്ന് അവരുടെ ജീവിതാവസാനങ്ങൾ നിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ കൃപയല്ലാണ് ഞങ്ങൾ യാചിക്കുന്നു. ഈ ലോകത്തിൽ പൂർണ്ണ സ്നേഹത്തിന് വിശുദ്ധ സമാധാനത്തിന് ജീവിക്കുവാൻ ഇവർക്ക് സംഗതി കൊടുക്കണം. അന്ത്യത്തിൽ നിൽക്കുവാൻ പ്രാപിക്കത്തക്കണം. അവരെ സകലാത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പിതാവിനും വിശുദ്ധാത്മാവിന്റെ ഏകദൈവമായ കലാസുണ്ടായി ജീവിച്ചു വരുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവന്റെയും സ്നേഹത്തിന്റെയും ദാതാവായി ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, സ്നേഹത്തിൽ നീ കൂട്ടിച്ചേർക്കുന്നവർക്ക് നീ അനുഗ്രഹത്തെ അയക്കണമേ. അവർക്കൊരു ഭവനത്തെ നിർമ്മിച്ച് അതിനെ വെളിച്ചത്തിന്റെയും സ്നേഹത്തിന്റെയും വാസ്തവമാക്കണമേ. നിർമ്മലവും സത്യമായുള്ളതെല്ലാം അവിടെ വർദ്ധിച്ചു വരുമാറാകണമേ. ദൈവഭക്തിക്കെടുത്ത് ഒരുമിക്കും ഐക്യതയ്ക്കും തടസ്സമായിരിക്കുന്ന സകലത്തെയും അവിടുന്ന് മാറ്റിക്കണമേ. അതിനെ പുതിയതും മധുരമുള്ളതും പരിശുദ്ധവുമായ സ്വാധീന ശക്തിയുടെ കേന്ദ്രങ്ങളാക്കി തീർക്കണമേ. ജീവിതത്തിന് ആവശ്യമായ ജ്ഞാനവും അവരുടെ കാര്യാദികൾ നടത്തുന്ന വിവേകവും നൽകണമേ. അവരോട് പരിശുദ്ധാത്മാവ് എപ്പോഴും ഇരിക്കുമാറാകണമേ. അവരെ അവർക്കുള്ളവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ രാജ്യാവകാശമാക്കുവാൻ അവർക്ക് ഇടയാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇല്ലായ്മയിൽ നിന്ന് എല്ലാത്തിനെയും ഉണ്മയിലേക്കും ക്രമരാഹത്തിൽ നിന്ന് ക്രമത്തിലേക്കും വീഴ്ചയിൽ നിന്ന് വീണ്ടെടുപ്പിലേക്കും നയിച്ചവനും സകലത്തിന്മേലെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ത്രിയേക ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ ശിരസ്സുകൾ വണക്കുമ്പോൾ കാരുണ്യപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങളുടെ ആത്മാക്കളെയും ആത്മാക്കളെ വിശദീകരിക്കണമേ. ബലഹീനതകളും പരിധിയുള്ള ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങൾ കൈക്കൊള്ളുവാൻ തീരുമാനിച്ചാകണമേ. ഈ ഭൂമിയിൽ തിരുസഭയ്ക്ക് അടിസ്ഥാനമിട്ട് അതിനെ പണിയുകയും അതിന്റെ ഭാഗമായി ഭവനത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു.
കഴിഞ്ഞ കാലങ്ങളെല്ലാം ഞങ്ങളെ കരുണയോടെ നടത്തി അനുഗ്രഹിച്ചനായ ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ഒന്നിച്ച് ചേർക്കപ്പെടുവാനുള്ള നിന്റെ മക്കളെ കടാക്ഷവരെ അനുഗ്രഹിക്കണമേ. കർത്താവനാഥനായ കുടുംബം കെട്ടിക്കൊടുക്കുവാൻ അവർക്ക് ഇടയാക്കണമേ. കർത്താവിന്റെ ദൈവമായ സാന്നിധ്യം അവരോട് കൂടെ എല്ലാ കാലത്തും ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സർവ്വ കുടുംബത്തിനും പേർ വരുവാൻ കാരണഭൂതനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ കുടുംബത്തെ പാർക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. ദൈവമുള്ള ഭവനമായ കാലത്തും അറിയപ്പെടുവാൻ ഇവരെ ഇടയാക്കണമേ. ഇന്നത്തെ വിവാഹ ശുശ്രൂഷ ദൈവത്തിന് സാക്ഷ്യം കൊടുക്കുന്ന അവസരമാക്കി തീർക്കണമേ. വിവാഹം മൂലം ഈ ഭവനവുമായി ബന്ധപ്പെടുന്ന കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാവിധമായ ക്രമീകരണങ്ങളും തിരുസാൻ കടാക്ഷം ഉണ്ടായിരിക്കണമേ. സാധാരണ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഇവരെയും ഇരുവരെയും ഇരു ഭവനത്തെയും കാത്തുകൊള്ളണമേ. വിവാഹ വിരുന്നിൽ പങ്കെടുക്കുന്നതിനെ എവരെയും അനുഗ്രഹിക്കണമേ. കുഞ്ഞാടിന്റെ കല്യാണം എന്ന മഹാഭാഗ്യത്തിൽ പങ്കെടുക്കേണ്ടതെന്ന ചിന്ത ഞങ്ങൾക്ക് നൽകണമേ. ഗലീലയിലെ കാനാട് എഴുന്ന വിവാഹത്തിന്റെ അവസ്ഥ ശുദ്ധീകരിച്ച നിന്റെ പ്രയോഗത്തിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെയും ഇരിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും നിന്റെ ആരംഭിച്ച് നടത്തി നിന്റെ വിശുദ്ധമുള്ള നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ ഇതിനോട് അപേക്ഷിക്കുന്നു. സകല അനുഗ്രഹങ്ങളുടെയും കാരണനും അവയെ ഞങ്ങൾക്ക് തരുന്നവനുമായി ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥിരാവാം ദൈവമേ, കഴിഞ്ഞ കാലമെല്ലാം നിങ്ങളെ കരുണയോടെ നടത്തി അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴും ഞങ്ങൾ നിന്റെ കൃപയ്ക്കും സഹായത്തിനുമായി തിരുസന്നിധിയിൽ വന്നിരിക്കുന്നു. ഞങ്ങളാൽ തന്നെ ഞങ്ങൾക്ക് നന്ദിയുള്ളതോ ശുദ്ധമുള്ളതോ യാതൊന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. നിന്നെ കൂടാതെ ഞങ്ങൾ ചെയ്യുന്ന യാതൊരു കാര്യത്തിലും ഞങ്ങൾക്ക് അതിനെ ഇഷ്ടപ്പെടുത്തുവാനും കഴിയുന്നതല്ല. ഈ വിവാഹത്തിൻ്റെയും ശുദ്ധാവസ്ഥയിൽ ഒരുമിച്ച് ചേർത്തുവിടുവാനുള്ള നിന്റെ മക്കളെ കടാക്ഷിച്ച് അവരെ അനുഗ്രഹിക്കണമേ. അവർ പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും ഒരുമിച്ച് വാർത്ത് ജീവപര്യന്തം നിന്റെ സ്നേഹത്തിൽ വസിക്കുമാറാക്കണമേ. നിന്റെ വചനപ്രകാരം അവർ തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമാറാകണമേ. നിന്റെ പരിശുദ്ധാത്മാവ് അവരെ ധരിച്ച് നടത്തുകയും അവരിൽ വസിച്ചവരെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. നീ അവരെ വിളിച്ചാക്കുന്ന സ്ഥലത്തും സ്ഥിതിയിലും അവർ നിന്നെ മഹത്വപ്പെടുത്തി നിന്റെ സാക്ഷികളായി ജീവിപ്പാൻ നിന്റെ കൃപ അവർക്ക് നൽകണമേ. ഈ മധ്യായുസിനെ പലവിധ മാറ്റങ്ങളുടെ ഇടയിൽ അവരെ എപ്പോഴും നിന്നോട് ചേർന്ന് ജീവിക്കുമാറാകണമേ. ഐശ്വര്യകാലത്തിന് മറക്കാതെയും ആപത്ത് കാലത്തിന് സ്നേഹത്തെക്കുറിച്ച് സംശയിക്കാതെയും ഇരിക്കുവാൻ നിങ്ങളുടെ സ്ഥിരമായ വിശ്വാസം ഇവർക്ക് നൽകണമേ. വിവാഹ സമുദ്ര എല്ലാ കാര്യങ്ങളിലും നടത്തിപ്പും സഹായവും ഉണ്ടായിരിക്കണമേ. ഗലീലയിലെ കാനാവിൽ എഴുന്നള്ളി വിവാഹത്തിന്റെ അവസ്ഥയെ ശുദ്ധീകരിച്ച നിന്റെ പ്രിയപുത്രന്റെ സാന്നിധ്യം ഞങ്ങളോട് ഇരിക്കണമേ. വിവാഹ വിരുന്നിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും കടാക്ഷിച്ച് കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നാകുന്ന സ്വർഗീയ ഭാഗ്യത്തിൽ ഓഹരിക്കാരാവത്തക്കവണ്ണം നിന്റെ കൃപയും സ്വർഗീയ അനുഗ്രഹവും കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിൽ ആരംഭിച്ച് നടത്തി നിന്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തരണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. തലമുറ തലമുറയായി നമ്മുടെ സംഖ്യേതവും ബലവുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ വരുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അതിന്റെ മുമ്പിൽ പങ്കുവയ്ക്കുവാനും നിങ്ങൾക്ക് അവസരം നൽകിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നീ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ധന്യമായ കുടുംബ ബന്ധങ്ങൾക്കായിട്ടും കുടുംബ ജീവിതത്തിനായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ച് അവിടെ ഏകനിലാക്കിയപ്പോൾ മനുഷ്യനേകനായിരിക്കുന്നു നന്നല്ല എന്ന് കണ്ടുകൊണ്ട് തുണയെ കൊടുക്കുകയും ഞങ്ങളുടെ കുടുംബജീവിതത്തെ നീ ആശീർവദിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബജീവിതം നിന്റെ സൃഷ്ടിയാണെന്ന് ഓർക്കുവാനും നിന്റെ ഹിതപ്രകാരം ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ നയിപ്പാനും കൊണ്ട് ഞങ്ങൾക്ക് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലൂടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ കൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇവിടെ നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരും ഈ ധാരാളമായിട്ടും അനുഗ്രഹിക്കണമേ. ഈ പ്രത്യേക സമയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകന് വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവന്റെ ജനനം മുതൽ ഇതുവരെ നിന്റെ കരുതലും കാവലത്തിന്റെ മറുപടി ഉണ്ടായിരുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ പ്രവർത്തന മേഖലകളിലൊക്കെയും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് നിന്റെ മകൻ പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് അനുഗ്രഹങ്ങളുടെ മാറി നിന്റെ മകനവൻ ചൊല്ലിയണമേ. നിന്നിൽ ശരണപ്പെട്ടുകൊണ്ട് നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബത്തിലേക്ക് പ്രവേശിപ്പാണ്ടൊക്കെ നിന്റെ മകനെ ഇടയാക്കി തീർക്കണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മാതാപിതാക്കന്മാരെ ഓർക്കുന്നു, സഹോദരനെ ഓർക്കുന്നു, കുടുംബത്തെ ഓർക്കുന്നു. അവരെയൊക്കെ നീ അനുഗ്രഹിച്ച് നിലനിർത്തിയില്ല കർത്താവേ. ഈ വലിയ സന്തോഷത്തിൽ പങ്കുചേരുവാൻ നിങ്ങളെയൊക്കെ നീ കുട്ടിവരുത്തത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ മകന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ജയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ മകളോട് കൂടെ നീ ഇരിക്കണമേ. അവളെയും ഇതുവരെയും അനുഗ്രഹിച്ച് നിലനിർത്തിയില്ല കർത്താവേ.
കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാന്റെ കൂടുതൽ നമ്മളെ നീ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിങ്ങൾ ദൈവാലയത്തിലേക്ക് പോകുന്നു, നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നടക്കുന്നതായിട്ട് ചടങ്ങിൽ നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹകരമായിരിക്കാൻ സഹായിക്കണമേ. ശുശ്രൂഷയ്ക്ക് നേതൃത്വം തിരുമേനിയെയും പട്ടണ സമൂഹത്തെയും ഓർത്തിനോട് പ്രാർത്ഥിക്കുന്നു. ആ ശുശ്രൂഷ നിന്റെ സാന്നിധ്യത്തിൽ നടക്കുവാൻ, നിന്നാൽ നടക്കപ്പെടുവാൻ കൊണ്ട് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹകരമായ ഒരു കുടുംബ ജീവിതത്തിന് തുടക്കം കുറിക്കുവാൻ നിന്റെ മക്കളെ നീ സഹായിക്കണമേ. അതിനുശേഷം നടക്കുന്ന സർക്കാരത്തിൽ നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അവിടുന്ന് കാനാവിലെ കല്യാണത്തിന്റെ വിവരം ഇപ്പോൾ ഞങ്ങൾ വായിച്ചു കേട്ടത് കർത്താവേ. ആ കല്യാണ വീട്ടിൽ അവിടുന്ന് എഴുന്നള്ളിച്ചത് നമ്മുടെ കുറവുകളെ പരിഹരിച്ചതുപോലെ ഇന്നത്തെ വിവാഹ സദ്യയിൽ എഴുന്നേലുള്ള അവരുടെ കുറവുകളെ പരിഹരിക്കുകയും നിന്റെ മക്കളെ ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൂടി വന്നിരിക്കുന്നത് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളോട് കൂടി ഇരിക്കണമേ. എല്ലാ കാര്യങ്ങളും നിന്റെ നാമത്തിൽ കെട്ടുപിടിക്ക് മാറ്റി തീർക്കണമേ. മാനവും മഹത്വവും നീ എടുക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിക്കപ്പെടണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളെ പരീക്ഷയിൽപ്പെടുത്തുക, ദോഷം രക്ഷിക്കണമേ. രാജ്യശക്തിയും മഹത്വവും ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏറോത്തന്റെ കൃപയും പരിശുദ്ധവുമായ സംസർഗവും സഹവാസവും നാമിലൂടെയും ഇഷ്ടിയാൽ കുടുംബജീവിതത്തോടുകൂടി അവനുവേണ്ടി ഒരു കിടന്ന മകളോടുകൂടി അവരാത്രിക്കുന്ന കുടുംബജീവിതത്തോടുകൂടി ഉണ്ടായിരുന്നു. ആശീർവദിക്കുകയും നിർത്തുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവിനോടുകൂടി അനുഗ്രഹത്തിന്റെ കുടുംബജീവിതത്തെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുമാറാകട്ടെ. Where there seems to be no way, He works in ways we cannot see. He will make a way for me. He will be my guide, hold me closely to His side. With love and strength for each new day, He will make a way. He will make a way. Oh, God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide, hold me closely to His side. With love and strength for each new day, He will make a way. He will make a way. By a roadway in the wilderness,
to his side. With love and strength for each new day, he will make a way. He will make a way. With love and strength for each new day, he will make a way. He will make a way. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എല്ലാ പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്ന പ്രിയ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹ കൂദാശ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കുടുംബജീവിതത്തിൻ്റെ നാഥനും നടത്തിപ്പുകാരനും അവിടുന്ന് ആകെയായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇന്ന് ഈ ദിവാലത്തിൽ നടക്കുന്ന വിവാഹ കൂദാശ അവിടുന്ന് അനുഗ്രഹിച്ച് വാഴ്ത്തണമേ. എല്ലാ ചടങ്ങുകളിലും തമ്പുരാൻ്റെ സാന്നിധ്യം കൃപയുണ്ടാകണമേ. നേതൃത്വം വഹിക്കുന്നവരെയും ഇതിൽ പങ്കുചേരുന്നവരെയും വിശിഷ്യ കർത്താവെ ഞങ്ങളുടെ മണവാളിനെയും മണവാട്ടിയെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വിവാഹ കൂദാശ ആദ്യോടന്തം അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ, ആശീർവദിക്കണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.
ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ അതരങ്ങളെ തുറക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവരെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ പിന്നെടുക്കാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സകല പ്രവൃത്തികളും ഞങ്ങൾ നിങ്ങൾ ആരംഭിച്ച് നടത്തി അവസാനിപ്പിച്ച് ഞങ്ങൾ നിന്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒടുവിൽ നിന്റെ കരുണ കൊണ്ട് നിത്യജീവൻ ലഭിക്കുവാൻ ഞങ്ങൾ ചെയ്യുന്നതൊക്കെയും നിന്റെ മഹാ അൻപുള്ള കൃപ കൊണ്ട് ഞങ്ങളെ മുൻപിടുകയും ഇടപെടാതെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. വിവാഹം ഒന്നിച്ചേർക്കുവാനായി നാം ദൈവസന്നിധിയിലും ഈ സഭാലോകത്തിന് മുമ്പാകെ കൂടിയിരിക്കുന്നു. വിവാഹം മാനവരുടെ അവസ്ഥയിൽ ദൈവത്താൽ നീതിപ്പെടുത്തും. മനുഷ്യരായ സഭയും തമ്മിലുള്ള ആത്മീയ ഐക്യം നമുക്ക് ഏർപ്പെടുത്തുന്നതാകും. ഈ വിശുദ്ധ അവസ്ഥയെ മനുഷ്യ ഗലീലയിലെ കാനാവിന്റെ സാന്നിധ്യത്താൽ ഒന്നാം ചെയ്ത അതിശയത്താലും അലങ്കരിച്ച് ഭംഗി വരുത്തി. ഇത് സകല മനുഷ്യർക്കും മാനമുള്ളതാകുന്നുവെന്ന് വിശുദ്ധ ദൈവമെടുത്ത് ഘോഷിക്കുന്നു. അതിനാൽ അവിവേകമായോ നിസ്സാരമായോ ജഡ അഭിലാഷമായോ ആരും വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിക്കരുത്. എന്നാൽ ഏത് ഉദ്ദേശങ്ങൾക്കായി നിയമിക്കപ്പെട്ടു എന്ന് വേണ്ടപ്രകാരം ചിന്തിച്ച് വണക്കത്തോടും വിവേകത്തോടും സമുദ്ദേശത്തോടും ദൈവത്തിലൂടെ വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടേണ്ടതാകുന്നു. ഒന്നാമത് ദൈവഹിതപ്രകാരം മനുഷ്യവർഗം വർദ്ധിക്കേണ്ടതിനും കർത്താവിനെ കുറിച്ചുള്ള ഭയത്തിനും വാത്സല്യത്തിനും അവന്റെ പരിശുദ്ധ നാമത്തിന്റെ പുകഴ്ചയ്ക്കായും പൈതങ്ങൾ വളർത്തപ്പെടേണ്ടതിനും. രണ്ടാമത് ദൈവത്താൽ നിയമിക്കപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും
പരിശുദ്ധമായ നേർവഴിയിൽ നടത്തപ്പെടേണ്ടതിനും ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ദൈവത്താൽ വിളിക്കപ്പെടുന്നവർ ജീവിത നിർമ്മലതയോടെ ആയതിൽ നിലനിൽക്കേണ്ടതിനും മൂന്നാമത് ഐശ്വര്യത്തിനും അനർത്ഥത്തിനും തമ്മിലുണ്ടാകേണ്ട കൂട്ടായ്മയ്ക്കും ആശ്വാസത്തിനും സഹായത്തിനുമായി വിവാഹം നീക്കും. ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ചേർക്കപ്പെടുവാനായി ഇവരിപ്പോൾ ദൈവസന്നിധിയിൽ വന്നിരിക്കും. അതിനാൽ ഇവർ ന്യായമായി തമ്മിൽ യോജിപ്പിക്കപ്പെട്ടുകൂടാ എന്നുള്ളത് തക്കതാക്കം കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുകയും അത് ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഈ മേലാൽ ഒരിക്കലും പറയാതെ. നിങ്ങൾ വിവാഹത്തിന് ന്യായമായി ഒന്നിച്ചു ചേർന്നുകൂടാത്ത ഏതെങ്കിലും വിരോധമുണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നില്ല. സകല ഹൃദയങ്ങളിലെയും രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കൊണ്ട് ഇപ്പോൾ അത് അറിയിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങൾ ഇരുവരും നിഷ്കർഷമായി ആവശ്യപ്പെട്ടു. എന്തെന്നാൽ ദൈവപ്രകാരമല്ലാതെ യോജിപ്പിക്കപ്പെടുന്നവർ ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരല്ല എന്നും അവരുടെ വിവാഹം ന്യായമുള്ളതല്ല എന്നും നിശ്ചയമായി അറിവുകൊള്ളു. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ച് ജീവിക്കുവാനായി അലക്സാണ്ടറിനെ ഭാര്യയെ കൈക്കൊള്ളുന്നു. ദൈവത്തെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് ലോകത്തിലെ സംരക്ഷിക്കുകയും ഇവർ ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവരോട് മാത്രം സേവനിക്കുകയും ചെയ്യുന്നു. അലക്സാണ്ടർ വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ച് ജീവിക്കുവാനായി ജോർജിനെ നിന്റെ ഭർത്താവായി കൈക്കൊള്ളുമോ? ദൈവത്തെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് ലോകത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ഇതിനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുക. ഈ വൃക്ഷത്തിൽ വിവാഹം ചെയ്യാൻ സ്ത്രീയെ നൽകുന്നതായി ഞാൻ നിന്നെ ഐശ്വര്യത്തിലും അനർത്ഥത്തിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും ഭാര്യയായി കേട്ടുകൊള്ളും. അതിനായി ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു. മരണം നമ്മളെ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും അനുസരിക്കുവാൻ അതിനാൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യും. ദൈവം ഞങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. ഞങ്ങൾ അതിന് സാക്ഷികൾ ആവും. കരുണയുള്ള കർത്താവേ, നിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ശുദ്ധീകരിക്കുന്ന ഈ മോദങ്ങളെയും നിന്നെയും മന്ത്രകോടിയെയും വാഴ്ത്തണമേ. ഇവ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന നിന്റെ മക്കൾ ദിവ്യ സമാധാനത്തിലും അന്യോന്യം വിശ്വസ്തതയിലും എന്നും വസിക്കേണ്ടതിനും തിരുകൃപയിൽ വളരേണ്ടതിനും നിന്റെ സ്നേഹത്തിൽ ജീവിക്കേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം കൃപ അരുളണമേ.
നിത്യമായ വിശ്വസ്തതയുടെയും തെറ്റുപോകാത്ത സ്നേഹത്തിന്റെയും ഉടമ്പടിയുടെ അടയാളമായ ഈ മോതിരം കൊണ്ട് ഞാൻ നിന്നെ വിവാഹം ചെയ്യുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിന്നെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിനക്ക് അവകാശമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും ഉടമ്പടി അടയാളമായി ഈ മോതിരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കാം. സകല മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവരും എല്ലാ തീർപ്പുകളും നൽകുന്നവരും നിത്യാജീവനദാതാവുമായ നിത്യാദൈവമേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന രൂപത്തെയും നിന്റെ നഗരങ്ങൾ ചൊരിയണമേ. സഹാക്കും റബേക്കയും തമ്മിൽ വിശ്വസ്തയോടെ ഒരുമിച്ച് വസിച്ചതുപോലെ മോതിരങ്ങൾ അടയാളമായിട്ടും സാക്ഷ്യമായിട്ടും നൽകുകയും സ്വീകരിക്കുകയും ചെയ്ത പ്രകാരം ഇവർ അന്യോന്യം ചെയ്ത ഉടമ്പടിയും നിശ്ചയമായി പ്രമാണിച്ച് നിവൃത്തിയാക്കി പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത്
നിന്റെ പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. CSI മാവേലി ജോർജ് മാമന്റെ നാൻസി ചെറിയാന്റെ മദർ രൂപൻ ചെറിയാൻ ജോർജ് മാമൻ സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയിൽ ഇലക്ട്രിക്കൽ മിസ്റ്റർ അലക്സാണ്ടർ ഇ മാത്യുവിന്റെ മിസ്സസ് ലിഫി അലക്സാണ്ടറുടെ മകൻ ദിയ മേരി അലക്സാണ്ടർ വിശുദ്ധ വിവാഹത്തിൽ സംബന്ധിച്ചായതിനെ ദൈവത്തിന്റെയും ഈ സഭയുടെയും മുൻപാകെ സാക്ഷ്യപ്പെടുത്തി അതിനായി തമ്മിൽ വാഗ്ദാനം ചെയ്ത് ബോധനങ്ങളും വീണ്ടും മന്ത്രകോടിയും നൽകി സ്വീകരിച്ചതിനാൽ സംയോജനത്താൽ അവരെ അറിയിച്ചു. ദൈവ നിയോഗപ്രകാരം സഭയുടെയും ഈ രാജ്യത്തിന്റെയും നിയമപ്രകാരം ഭർത്താവും ഭാര്യയുമായിരിക്കുന്നുവെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർതിരിക്കരുത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കും. കൃപയോടെ കടാക്ഷം പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവനം ഉണ്ടാകുവാൻ ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടത് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങളും കൃപകൾ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ.
ഈ വാഹനശുശ്രൂഷയിലൂടെ ദൈവത്തിലേക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ കർത്താവേ, നാം സ്തുതിക്കപ്പെടണമേ. രാജ്യപ്പെടണേ. വിശ്വത്തെ പൂർണ്ണമാകണമേ. നിന്റെ വിശുദ്ധ വചനത്തിൽ അവർക്ക് പ്രയോജനകരമായി പഠിക്കുന്നതെല്ലാം ശരിയായി നിർവർത്തിക്കേണ്ടതിന് നിത്യജീവന്റെ വ്യക്തികളുടെ ഇവരുടെ കുടുംബജീവിതം ദൈവിക പരിജ്ഞാനത്തിലും ദൈവഭക്തിയിൽ നിറയുവാൻ നിന്റെ ചെയ്യണമേ. ഇവർ അന്യോന്യം ബലഹീനതകളിൽ ശക്തി പകരുന്നവരും ഉത്കണ്ഠയിൽ ആലോചന നൽകുന്നവരും വ്യസനത്തിൽ ആശ്വാസവും സന്തോഷത്തിൽ പങ്കാളിത്തം നൽകുന്നവരായിരിക്കാൻ സഹായിക്കണമേ. ഇവരുടെ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും നിന്നോടും അന്യോന്യം സ്നേഹത്തിലും സമാധാനത്തിലും വളരുവാൻ ഇവരുടെ മനസ്സുകളെ ഇവരുടെ ആത്മാക്കളെ നിന്റെ ആത്മാവിൽ നന്നാക്കി തീർക്കണമേ. അന്യോന്യം വേദനപ്പെടുന്ന സാഹചര്യങ്ങളിൽ തെറ്റുകൾ മനസ്സിലാക്കുവാനും ഏറ്റുപറയുവാനും പരസ്പരമുള്ള ക്ഷമയും ദൈവത്തിൽ നിന്നുള്ള ക്ഷമയും പ്രാപിക്കുവാനും ഇവരെ ശക്തീകരിക്കണമേ. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നതിനും ഞങ്ങളുടെ ഭവനത്തിലെ സമൂഹത്തിലെ ഉത്തരവാദിത്വങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുന്നതിനും ഇവരെ പ്രാപ്തിപ്പെടുത്തണമേ. ജീവനിൽ അന്യോന്യം വിശ്വസ്തരായിരുന്നു ദൈവരാജ്യ സുഹൃത്തുക്കളിൽ സ്ഥിരമായി നിലനിൽക്കേണ്ടതിന് ഇവരുടെ മേൽ ധാരാളമായ കൃപ ചെയ്യണമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. മനുഷ്യവർഗം വർദ്ധിക്കുന്നത് നിന്റെ കൃപയുള്ള ദാനം കൊണ്ട് മാത്രമാകുന്നുവല്ലോ. ഇവർ ദൈവഭക്തിയിലും സ്നേഹത്തിലും നല്ല മാതൃകയുള്ളവരായി ദീർഘകാലം ഒരുമിച്ച് വസിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവർ സന്താന ഭാഗ്യമുള്ളവരും തങ്ങളുടെ പൈതങ്ങളെ ക്രിസ്തീയ ഭക്തിയോടും സുഹൃതത്തോടും വളർത്തുവാൻ പരിജ്ഞാനമുള്ളവരുമാക്കണമേ. പൈതങ്ങൾ അപ്രകാരം വളർന്ന് നിനക്ക് സ്തുതിയും ബഹുമാനവും കരയറ്റുന്നവരായിരിക്കുവാൻ നിന്റെ അനുഗ്രഹങ്ങളുടെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. വിഭാഗം കൊണ്ടുവന്നാക്കിയവരെ വേർപിരിക്കുന്നതിനാളും ന്യായമല്ലായെന്ന് ഉപദേശിച്ച ദൈവമേ, ശിവായിക്കോട്ടെ സഭയ്ക്കും തമ്മിലുള്ള ആത്മീയമായി കാണിക്കുന്ന അടയാളമായി വിവാഹത്തിന്റെ അവസ്ഥയെ ശ്രേഷ്ഠത മർമ്മമായി ജീവിക്കുന്നതിലോ ദൈവമേ, മനുഷ്യവാദിയായ സഭയെ സ്നേഹിച്ച് അതിനുവേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചതിനെ സ്വന്തം ശരീരം പോലെ സ്നേഹിച്ച് പരിപാലിക്കുന്നതിലോ അപ്രകാരം രൂപനും നിന്റെ ഭജനപ്രകാരം പരസ്പരം സ്നേഹിക്കുവാനും വിശുദ്ധിയിലും ദൈവഭക്തിയിലും വിശ്വസ്തതയിലും ശാന്തതയിലും സുബുദ്ധിയിലും സമാധാനത്തിലും ഐക്യത്തോടെ വളരുവാനും ഇവരെ കടാക്ഷിക്കണമേ. കർത്താവേ, ഇവർ ഇരുവരെയും അനുഗ്രഹിച്ച് നിന്റെ നിത്യരാജ്യം അനുഭവിക്കാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ജീവനുള്ള സ്നേഹത്തിൽ ഞങ്ങൾ വിശ്വാസിക്കട്ടെ. ഞങ്ങളെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. കാലുകൾക്ക് ദീപവും പാതയ്ക്ക് എന്നും പ്രകാശം. ഞാൻ മനുഷ്യരുടെ ദൂതന്മാരെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ
ഞാൻ മുഴുവൻ ചെമ്പോ ചെറുപ്പം കൈത്താമോത്തെ എനിക്ക് പ്രവചനങ്ങൾ ഉണ്ടായിട്ട് സ്ഥലമംഗളും സ്ഥലജ്ഞാനം ഗ്രഹിച്ചാലും മകളെ ജയിക്കുവാനൊക്കെ വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നാനം ചെയ്താലും എന്റെ ശരീരം ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം വീണ്ടുമായി ക്ഷണിക്കുകയും സ്നേഹമാക്കുകയും ചെയ്യുന്നു. സ്നേഹം വർദ്ധിക്കുന്നില്ല, സ്നേഹം വിളിക്കുന്നില്ല, ക്ഷണിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കളക്കിടുന്നില്ല, അനീതി സ്വരൂപിക്കാതെ സത്യത്തിൽ സ്വരൂപിക്കുന്നു, എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ പോയില്ല. പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നു പോകും, ജ്ഞാനമോ നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായി വരുമ്പോൾ അംശമായി നീങ്ങിപ്പോകും. ഞാൻ ശിശുവിനെ പോലെ നിരൂപിച്ചു, പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടക്കുടിയായി കാണുന്നു, ഇപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോൾ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. പരിശുദ്ധ നാമം ബലപ്പെടുമാറാകട്ടെ. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിലേക്ക് പ്രവേശിച്ചു. ക്രിസ്ത്യൻ സഭയുടെ ക്രമമനുസരിച്ച് ദൈവവചന ശുശ്രൂഷ ഒരു പ്രധാന കാര്യമാണ്. ദൈവവചനമാണ് നിങ്ങളെ നടത്തുന്നത്. നിങ്ങളുടെ ദൈവവചനത്തിന്റെ മർമ്മം മനസ്സിലാക്കി ജീവിക്കുന്നതാണ് കുടുംബജീവിതത്തിന്റെ ഭദ്രതയും കുടുംബത്തിന്റെ ഭരണഘടന. മലയും അംഗങ്ങളോടുള്ള കടപ്പാട് ആരോഗ്യനായ വികാരി, ഈ ഇടവാങ്ങളായിട്ടുള്ള പ്രിയമുള്ള വൈദിക സ്പെഷ്യലവർ, വികാരി നവന്മാരൊരാളായ വികാരി അയച്ച് ഓർത്തഡോക്സ് സഭയുടെ പ്രമുഖനായ ഞങ്ങൾ ചോദിച്ചു. പ്രിയമുള്ള എല്ലാവരും ഇവിടെ കടന്നു വന്നിരിക്കുന്നവർ ഞങ്ങളുടെ വിവാഹത്തിൽ വളരെ സന്തോഷത്തോടെയാണ് കടന്നുവന്നിരിക്കുന്നത്. കാരണം ആ രണ്ട് കുടുംബത്തോടുള്ള സഭയുടെ ബന്ധങ്ങളാണ്. ആ ബന്ധം അത് പ്രിയമുള്ള ഡിയുടെ പേരൻസ് സഭയും സമൂഹത്തിലും എല്ലാ സഭകളോടും മറ്റുള്ളവരോടും അത് ചെയ്യുന്ന ആ വലിയ ബന്ധങ്ങൾ സ്നേഹം അത് പ്രിയമുള്ള രൂപന്റെ ഒന്നും ഇവിടെ രോഗിയായിരുന്നു ഞാൻ മുൻകെട്ടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, മുൻകെട്ടിക്കാൻ അച്ഛന്മാരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തോടും ഞങ്ങളുടെ ബന്ധങ്ങൾ ഞങ്ങളുടെ നാൻസിമാമയുടെ കുടുംബം നിലയിൽ നല്ല മുന്നോട്ട് പോയി എന്നും കടപ്പാടുകൾ മനോഹരമായ ഗായക സംഘം ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ലോഹി സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ എല്ലാം ഭംഗിയായി ഞങ്ങളെല്ലാവരും ചാപ്പാട് കഴിച്ചിട്ട് സാർ കുടുംബജീവിതം നടത്തേണ്ടത് രൂപരേഖ നിങ്ങളുടെ കുടുംബജീവിതം ഇന്ന് ആരംഭിക്കുമ്പോൾ പ്രാർത്ഥന നിങ്ങളുടെ കഴിയുന്നതായി പ്രാർത്ഥിച്ച് കുടുംബജീവിതം ആരംഭിക്കാനായിട്ട് സാധിക്കും. ഈ ക്രമീകരണങ്ങളെല്ലാം ഇവർക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. സഭ അത് പഠിപ്പിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം പരസ്യമായിട്ട് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പരസ്യമായി അനുവാദം ഉണ്ടെങ്കിൽ ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം സഭയുടെ നിയമമനുസരിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അടിസ്ഥാനപരമായി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായി ദുർബലതയായി പ്രാർത്ഥിക്കാൻ എത്രമാത്രം നിങ്ങൾ സമയം ചെലവഴിക്കുന്നോ നിങ്ങളുടെ മാത്രമല്ല ധാരാളം തത്വ അനേകമായി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനാ വിഷയങ്ങളോ കേരളം കണ്ണിൽ കടലില്ല. ധാരാളം കുടുംബങ്ങൾ വേദനയില്ല. സംസ്കാര ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നടക്കേണ്ടത് അതിന്റെ ഓണർമാർ വേദനയില്ല.
നല്ല മനുഷ്യനായതുകൊണ്ട് എല്ലാ ക്രമീകരണങ്ങളും വളരെ ഭംഗിയായി അദ്ദേഹം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെന്റ് കേരളമാണ്. ഇതിന്റെയൊക്കെ മധ്യത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾക്കുള്ള വലിയ ചിന്ത, നമുക്ക് അറിയാം നമ്മൾ ചെയ്യും, നമ്മളെല്ലാം ഒന്നും നടക്കും, അടുത്ത നിമിഷം എന്താകുന്നു നമുക്കൊന്നും ചെയ്യാൻ സാധിക്കും, ഒന്നും ചെയ്യാൻ സാധിക്കും. ഈ പല കാര്യങ്ങള് ഈ കാലത്ത് കൗൺസിലിംഗ്, റെസിഡൻഷ്യൽ ട്രെയിനിങ്, എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് വാങ്ങിച്ചത്. വേദോത്സവമായി പ്രാർത്ഥന നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്ന വലിയ ഗുണങ്ങളാണ്. അതിൽ നിന്നാണ് നമ്മുടെ ജീവിത ശരികൾ ആരംഭിക്കുന്നത്. അതിലൂടെയാണ് സ്നേഹം വർദ്ധിക്കുന്നത്. ആ സാക്രിഫിഷ്യൽ അതാണ് ഇവിടെ വായിച്ച മാതാഭാഗത്ത് വിശുദ്ധ ഒരു സുന്ദരി മരങ്ങളെ പറ്റി 36 മരങ്ങളെ പറ്റി പറയുന്നു. അവരെ ഒരു ശ്രേഷ്ഠമായ ഒരു മരം പഠിപ്പിക്കാവുന്നതാണ് സ്നേഹം പഠിപ്പിക്കുന്നത്. വിശ്വാസമാണ്, പ്രത്യാശയുണ്ട്, സ്നേഹം. അവരിൽ വലുത് സ്നേഹമാണ്. അത് സാക്രിഫിഷ്യൽ തമ്മിലുള്ള ആ സാക്രിഫിഷ്യൽ മണവാളനാകുന്ന മണവാട്ടിയാകുന്ന ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ വളരുന്നത് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ വേദപുസ്തക വായന, അത് നിങ്ങളുടെ പൊതുജീവിതം, നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫാണ്. വേദപുസ്തകം വായിക്കാത്തവരും പ്രാർത്ഥിക്കാത്തവരും യേശുവിനെ അറിയാത്തവരും നിങ്ങളെ കാണുമ്പോൾ നിങ്ങളിൽ എന്തോ ഉണ്ട്, നിങ്ങളിൽ യേശു ഉണ്ടെന്ന് പബ്ലിക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് പലപ്പോഴും അതിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മൂല്യച്യുതി സംഭവിക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അത് സംഭവിക്കുന്നതിന് കാരണം ഇത് രണ്ടുമില്ലാതെ നമ്മൾക്ക് പണം ധാരാളം വർദ്ധിച്ചു. ഈ മാരാമൺ മുതൽ ഇങ്ങോട്ട് കുറ്റാട് മുതൽ ഈ കണ്ണൂർ വരാൻ വലിയ സന്തോഷമുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ എന്നതാണ് മുതൽ സ്വന്തം നാട് മുതൽ ഇവിടെ വരെ ഈ വഴി ഒരു സന്തോഷം. വീടുകൾ വർദ്ധിച്ചു, എല്ലാ വീടുകളിലും ആള് കുറവാണ്. പക്ഷേ നമ്മുടെ പഴയ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. ആർക്കും ആരെയും വേണ്ടാതെന്നുള്ള ആ ഒറ്റ പോക്കിൽ നമ്മളുടെ മധ്യത്തിലുള്ളാകുമ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ ശോചിക്കാവസ്ഥ. ആ ബന്ധങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാൻ ഇനി സാധിക്കാനും അത്ര എളുപ്പമല്ല. അതുകൊണ്ട് അത് സാധിക്കുന്നത്, ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് പണ്ടുണ്ടായിരുന്നതിന്റെ ആ നന്മ ഇന്ന് നമ്മൾ അനുഭവിക്കാൻ സാധിക്കുന്നത് എല്ലാവരും വിദേശ രാജ്യങ്ങളിലാണ്. അമേരിക്ക രാഷ്ട്രങ്ങളിലും അറബ് രാജ്യങ്ങളിലും അവരവരുടെ ഉപജീവനത്തിനായിട്ടാണ് പോയി. അതിന്റെ എല്ലാം ഭാഗമായി പോകുമ്പോൾ പലപ്പോഴും പണ്ടൊക്കെ വീട്ടിൽ നിന്ന് വേദോത്സവം കൊണ്ടുവരുമായിരുന്നു. ഇന്ന് അത് ശ്രദ്ധിക്കാറില്ല. പഠനം കഴിയുമ്പോൾ തന്നെ അതിനുള്ള ബന്ധം കൂട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ലോകം പോകുന്നത്. ഇതിന്റെ എല്ലാം മധ്യത്തിൽ നിങ്ങളുടെ ജീവിതം ഒരു റോൾ മോഡലായി ചെയ്യാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നത് ഈ കാര്യങ്ങൾ എല്ലാ ഞായറാഴ്ചയും പാടിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഞാൻ നിങ്ങളോട് പറയുന്നത് മാതാവും വളരെ പള്ളിയോട് അടുത്തുള്ള ആളുകൾ തന്നെയാണ്. പള്ളിയോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവരാണ്. ഇത്ര ഗോതമ്പുണ്ടായി ഈ തിരക്കുള്ള ദിവസം ഈ വരുമെന്ന്. അതുകൊണ്ട് ഇത്രയും പേരെ കണ്ടപ്പോഴേ എനിക്കറിയാം നിങ്ങളുടെ അബന്ധങ്ങൾ ഇയാളുടെ കാര്യമാണ് പറയുന്നത്. കുസുമനും കുസുമോടും പള്ളിയോട് എല്ലാ പള്ളികളോടും അവർക്ക് എല്ലാവരോടുമുള്ള ഒരു ബന്ധം. അങ്ങനെ മാർത്തോമാ സഭയോട് മാത്രമല്ല, ദക്ഷിണേന്ത്യ സഭയോടും ഓർത്തഡോക്സ് സഭയോടും കാത്തലിക് സഭയോടും മറ്റ് ഏതെല്ലാം മലങ്കര റീതിയോടും കല്യാണ സഭയോടും മറ്റ് ഘനാനായ സഭയോടും മറ്റെല്ലാ സഭകളോടും പെന്തക്കോസ്തൽ സഭകളോടും കുടുംബത്തിന്റെ പ്രത്യേകത കുടുംബം അപ്രകാരമുള്ള ഒരു നല്ല പാരമ്പര്യമുള്ള കുടുംബം. നിങ്ങൾ അതുപോലെ പാരമ്പര്യമുള്ള കുടുംബം. പക്ഷെ നിങ്ങളുടെ ആ പാരമ്പര്യത്തിന്റെ മൂല്യങ്ങളായിരിക്കും. ഞായറാഴ്ചയിൽ പള്ളിയിൽ വരികയും ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ആരാധനയുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള വരുമ്പോൾ അത് ചെയ്യുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ആ വിശുദ്ധ കുർബാനയുടെ മർമ്മം മനസ്സിലാക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ബലത്തോടെ നിൽക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ലോകത്തിന് നാണിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കാൻ കഴിയില്ല, അത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ഒരു ആ ലൈനിൽ കൂടെ നിങ്ങൾ പോകാനായിട്ട് സാധിച്ചാൽ ലോകത്തിൽ ആർക്കും നിങ്ങളെ പേടിക്കാനും ലോകത്തിൽ
മനുഷ്യന്റെ മുന്നിൽ നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കാൻ. ദൈവത്തെ ഭയമുള്ളവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. ദൈവഭയമുള്ളവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. ജീവിതത്തിൽ കേട്ടോ ഇത് യഹോവയെ ഭയപ്പെട്ട അവന്റെ വഴികളിൽ നടക്കുന്ന യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇന്നും ഒന്നാമത് വരെ ഒരു പ്രാർത്ഥന കേൾക്കാത്ത പ്രാർത്ഥന. പിതാവേ, ഞാൻ നീ ഒന്നായിരിക്കുന്ന ഒരു ഒന്നാണ്. യേശു പ്രാർത്ഥിച്ചിട്ട് ഇന്ന് കേൾക്കാത്ത പിതാവ് കേൾക്കാത്ത ആ ഒന്നാകാൻ സാധിക്കുന്നത് കുടുംബത്തിൽ ഒന്നാകാൻ സാധിക്കും. എന്റെ ഭാര്യയും ഈ പ്രശ്നം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നായിരിക്കാൻ സാധിക്കും. വീട്ടിലെ ജോലികളിലൊക്കെ സഹായിക്കാം, ഏതെല്ലാം കാര്യത്തിൽ സഹായിക്കാം, അതെല്ലാം സഹായിക്കാം. മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്, രണ്ട് സഭകൾ തമ്മിലുള്ള ബന്ധമാണ്, രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ. നല്ല ഇന്നലെ മീൻകറി രുചിയല്ല, കോട്ടയത്തെ മീൻകറി രുചി ഏതാണ്ട് രൂപത്തെ ആണെങ്കിൽ പോലും വ്യത്യസ്തമാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവത്തിൽ നിങ്ങൾ ഒന്നായി തീരാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ മുൻപോട്ട് പോയാൽ ഇവര് മാത്രമല്ല പ്രസംഗിക്കുന്ന ബിഷപ്പ്, എന്റെ ബഹുമാനമുള്ള വലിയ വൈദികരായിരിക്കുന്ന മുഴുവൻ എന്നോടൊപ്പമുള്ള വൈദികർ. ഞാൻ ഏഷ്ടാനത്തിനോട് പ്രസംഗിക്കാൻ പറഞ്ഞാണ്, പ്രസംഗിക്കുന്നില്ല എന്നുള്ളത്. ആ കുടുംബത്തോട് ഏഷ്ടാനത്തിന് ഒത്തിരി കിടപ്പാണ്, ഞങ്ങൾക്ക് അറിയാം. അത് ദൈവത്തിന്റെ സാന്നിധ്യം അപ്രകാരം ഈ ഇടവകയുടെ തന്നെ അംഗമായിരിക്കുന്നതിന് വിചാരിച്ചു. കുടുംബാംഗമായിരിക്കും എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നമ്മൾ മുൻപോട്ട് പോയി. നമ്മുടെ കുടുംബങ്ങൾ കണ്ട് മറ്റുള്ള കുടുംബങ്ങൾ വരെ വളരുക. ദൈവം സാധിക്കട്ടെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇതെല്ലാം ഓർത്തിരിക്കാൻ സാധിക്കും. എന്റെ വിവാഹം കഴിപ്പിച്ചത് ജോസഫ് തിരുവേനിയാണ്. എന്റെ വിവാഹം പ്രസംഗിച്ചത് വളരെ വിജയ രീതിയിലാണ്. എന്നാ പ്രസംഗിച്ചത് എന്റെ അന്ന് ആ വിവാഹത്തിന് ഒരാഴ്ച ഇപ്പോഴും ജീവിച്ചു. അതിന്റെ കഴിവുള്ളവരെ കാണാനായിട്ട് ശ്രമിക്കാറ്. 97-ാം പിറന്നാള് അച്ഛന്റെ പിറന്നാളിനെ ഞാൻ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് നിങ്ങള് ഇതൊന്നുമല്ല കാര്യമാകുന്നത്. ദൈവത്തോട് കുടുംബജീവിതമാണ്, ദൈവത്തോട് ചേർന്നുള്ള കുടുംബജീവിതമാണ്. അനുഗ്രഹിക്കൽ സക്സസ്ഫുൾ അല്ല, ഫെയ്ത്ത്ഫുൾ ആയിട്ട് ദൈവത്തോടും മനുഷ്യരോടും സഭയോടും സമൂഹത്തോടും സക്സസ് ആവാൻ വേണ്ടി പലതിനായി ഫെയ്ത്ത്ഫുൾ ആകാൻ ഇത് പാടാം. ഫെയ്ത്ത്ഫുൾ ആണ് ദൈവം കാണുന്നത്. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ്. Yeah.
വിവാഹശേഷമുള്ള ആദ്യത്തെ കുടുംബ പ്രാർത്ഥനയിൽ വധുവരന്മാർ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ദിവ്യവിചാരണയാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷയിലൂടെ കുടുംബമായി ഞങ്ങളെ യോജിപ്പിച്ചതിനെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. കുടുംബമെന്ന നിലയ്ക്കുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വവും ക്രിസ്തീയ സാക്ഷ്യവും നിർവഹിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ തിരുസന്നിധിയിലും ഈ സഭയുടെ മുമ്പിലും ചെയ്ത പ്രതിജ്ഞകൾ പൂർണ്ണമായി നിറവേറ്റുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. അന്യോന്യമുള്ള വിശ്വസ്തതയിലും സ്നേഹത്തിലും കരുതലിലും എന്നും നിലനിൽക്കുവാനും മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായിരിക്കുവാനും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ സ്വർഗീയ മണവാളനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതാവസാനം വരെ സ്നേഹം ഇന്ന് വിവാഹിതരായ ഈ മക്കൾക്ക് കൃപ നൽകണമെന്ന് പിതാവിനോട് പരിശുദ്ധാത്മാവിനോട് കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോവുകയും ധൈര്യപ്പെട്ടിരിക്കുകയും നല്ലതിനെ ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുകയും മനസ്സുറപ്പില്ലാത്തവരെ ശക്തീകരിക്കുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവരെ സഹായിക്കുകയും ചെയ്യുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വികസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയും ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുവാനാകട്ടെ. Showers of blessings, this is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessings, showers of blessings we need. Mercy drops round us are falling. കൃത്യമായിട്ട് ഓർപ്പിക്കേണ്ട ഈ വിശുദ്ധവാസ ശിഷ്യന്മാർക്ക് നേതൃത്വം ആശ്രയിക്കുകയും ചെയ്ത ഇടവകയും ചെയ്തു. കുടുംബാംഗങ്ങളെ പറ്റി അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാ പഠനകാരോടും എല്ലാവരും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നമുക്കറിയാം ഈ ദേവാലയം ചെറിയ ദേവാലയം എല്ലാവരും ഉൾക്കൊള്ളുവാനാണ് പ്രയാസമുണ്ട്. ഇതിൽ നേരം ഇന്ന് സഹനശക്തിയോടെ പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങളോടും സ്നേഹിതരോടും പ്രത്യേകമായ നന്ദി സ്നേഹം ഞാൻ ഈ സമയം അറിയിക്കുകയും ചെയ്തു.
ശേഷമുള്ള റിസപ്ഷൻ താഴെ പാരിഷോട് ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ സമയത്ത് താഴെയുള്ള പന്തൽ പ്രൊഫസേഴ്സ് ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ സ്കൂളിന്റെ ബോർഡിലും പ്രവേശിച്ചിട്ടുണ്ട്. പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ചെയ്തു. റിസപ്ഷൻ ദൈവജനത്തിനായും സ്തോത്രം. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഉണ്ടായിരിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു നന്ദി. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. From this moment, life has begun. From this moment, you are the one. Right beside you is where I belong. From this moment on, from this moment I have been blessed. I live only for your happiness and for your love. I give my last breath. From this moment on, I give my hand to you with all my heart. I
കാരുണ്യവാനി ഞങ്ങളെ സ്നേഹിക്കുന്നതിനുമായ സ്വതന്ത്രപിതാവായ ദൈവമേ, മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കും ഐശ്വര്യവാഹന ഭൂമിയിലെ അടുത്ത മക്കൾക്ക് നൽകിയില്ല. കർത്താവെ, വിവാഹത്തിനായിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വാഴകൾ നയിക്കുന്ന അവിടുത്തെ മക്കൾ ലഭിക്കുവാനാണ്. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാം, ഈസാക്ക്, യാക്കോബിലും അനുഗ്രഹിക്കുന്ന കുടുംബത്തിലെ കാരുണ്യവാനായ ദൈവത്തിന് വിട്ടുപിരിയാത്ത വായുകളാലും അനുഗ്രഹങ്ങളാലും അവിടുത്തെ മക്കളെ കാത്തുകൊള്ളണം. കർത്താവ്, ഈ മംഗളകർമ്മത്തിനായിട്ട് സന്നിധിയിലെ എല്ലാ മക്കളെയും മാറ്റി അനുഗ്രഹിക്കണം. കർത്താവ്, ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളെ മാറ്റി അനുഗ്രഹിക്കണം. പക്ഷി ബലപ്പെട്ട് ശക്തി പ്രാപിച്ച് അവിടുത്തെ സ്വന്തം ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോ ഇടയാകുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണ കേൾക്കണമേ. ആമേൻ. Posted up in the club, just swagging, doing my thing. Popping bottles with models and just watching them drink. Partying so hard, the ladies don't want it to end. They looked at me and said, baby, I'm a troublemaker. Baby, I'm a troublemaker. Baby, I'm a troublemaker. Baby, I'm a troublemaker. See, I'm that type of guy you won't love. I'm that type of guy you won't cuff. I'm that type of guy your daddy won't let you go out cause he think I sell drugs. I'm that type of guy that will save you. I'm that type that will call you later. Won't be around to give you that time. Gotta get on the grind and get to that paper that I can do. Gotta keep my baby girl laced up in the latest and the flyest suits. Never want for nothing to stay caked up. Hold her down, that's all you gotta do. Then I walk up in the place with a pocket full of money, my brother, like I ought to do. Stepping out with the finest suits. Look at me now. Posted up in the club, just swagging, doing my thing. Popping bottles with models and just watching them drink. Partying so hard, the ladies don't want it to end. They looked at me and said, baby, I'm a troublemaker. Baby, I'm a troublemaker. Baby, I'm a troublemaker. Baby, I'm a troublemaker. See, I'm that type of guy that like kissing. I'm that type that will pop the clipping. I'm that type of guy that put you in your place if you bougie start tripping. I'm that type that will let you go. I'm that type that will let you know that everywhere I go I can find a pretty, but ain't too many know how to get that dough. That's the type of girl I want around me. Even though I'm with her, make a man feel free. Go with the fellas, even hold my cheese. Look like something you will see on TV. She don't mind climbing up that ladder, similar to the words it don't matter. But this time they wanna see us together. Look at us now. Posted up in the club, just swagging, doing my thing. Popping bottles with models and just watching them drink. Partying so hard, the ladies don't want it to end. They looked at me and said, baby, I'm a troublemaker. Baby, I'm a troublemaker. Baby, I'm a troublemaker. Baby, I'm a troublemaker. You're not for sure, even though I wanna take you everywhere I go. Because of you, all the girls are staring, taking notes.
And I realize being with you girls bring more girls, and that's just what I'm attracted to. And I'd rather go all the way, have a long time till the break of day. Don't plan to ever let her leave my bed till she see the color purple like anime. Now she wanna start holding on me like whatever she's smoking on. I'll be long gone before you can say, look at me now. Posted up in the club, just swagging, doing my thing. Popping bottles with models and just watching them drink. Partying so hard the ladies don't want it to end. They looked at me and said, baby, I'm a troublemaker. Baby, I'm a troublemaker. Baby, I'm a troublemaker. Baby, I'm a troublemaker. You're insecure, don't know what for. You're turning heads when you walk through the door. Don't need makeup to cover up. Being the way that you are is enough. Everyone else in the room can see it. Everyone else but you. Baby, you light up my world like nobody else. The way that you flip your hair gets me overwhelmed. But when you smile at the ground, it ain't hard to tell. You don't know, you don't know you're beautiful. If only you saw what I can see, you'll understand why I want you so desperately. Right now I'm looking at you and I can't believe you don't know, you don't know you're beautiful. That's what makes you beautiful. So come on, you got it wrong. To prove I'm right, I put it in a song. I don't know why you're being shy and turn away when I look into your eyes. Everyone else in the room can see it. Everyone else but you. Baby, you light up my world like nobody else. The way that you flip your hair gets me overwhelmed. But when you smile at the ground, it ain't hard to tell. You don't know, you don't know you're beautiful. If only you saw what I can see, you'll understand why I want you so desperately. Right now I'm looking at you and I can't believe you don't know, you don't know you're beautiful. That's what makes you beautiful. It's always a good time. It's always a good time. Woke up on the right side of the bed. What's up with this Prince song inside my head? Hands up if you're down to get down tonight. 'Cause it's always a good time. Slept in all my clothes like I didn't care. Hopped into a cab, take me anywhere. I'm in if you're down to get down tonight. 'Cause it's always a good time. Good morning and good night. I wake up at twilight. It's gonna be alright. We don't even have to try. It's always a good time. It's always a good time. We don't even have to try. It's always a good time.
Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. Take my heart and take my hand. I'll be your lover and I'll be your friend. Take my heart and take my hand again and again. Right where we stand. Too good to be true. I wanna spend my life with you. I wanna spend my life with you. Too good to be true. Wanna spend my life with you. Wanna spend my life with you. നിന്റെ കിനാവ് കാണും കണ്ണിലാക്കി തുള്ളിത്തുളുമ്പി മോഹം പൊയ്ക പോലെ ഒന്നിച്ചിരുന്നു തീരാതെന്റെ ദാഹം നിന്നെ പുണർന്നു നീന്തി നീരിലൂടെ എൻ മനമാകുമീ പെൺമണലാകെ നിൻ ചിരിയാമിളവെയിലലയിൽ മിന്നി ഓരായിരം മലരുതിർന്നു വീണൊരു നിലാശയിൽ തരിവളകളുടൻ ഇല്ലയോ നിന്നെ കിനാവ് കാണും
Spirit, come and have your way. Have your way. As we lay aside our own desires, sweep across our hearts with holy fire. Oh, have your way. വിവാഹവുമായി ബന്ധപ്പെട്ട് അടുത്തായിട്ട് കച്ച കൊടുക്കുക, കച്ച വാങ്ങിക്കുക എന്നുള്ള ചടങ്ങാണ് നടത്താനായിട്ടുള്ളത്. അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് നാൻസിയെയും പിന്നെ ശ്രീമതി നിഫി അലക്സാണ്ടറേയും ആദ്യമായിട്ട് This is your house, your home. We welcome you, Lord, we welcome you. This is your house, your home. We welcome you today. As we offer up our hearts and lives, let them be a living sacrifice. Oh, have your way. Be glorified in everything we do. Be glorified in everything we say. Oh, have your way. പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, ഇല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു, ഇല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു, ഇല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, ദൈവമായ കർത്താവേ, മനോഹരമായ ഈ മധ്യാഹ്നത്തിന് ശേഷം വിശുദ്ധവാഹത്തിന്റെ ശുശ്രൂഷയ്ക്കും സൽക്കാരങ്ങൾക്ക് ശേഷം കർത്താവ് ഭവനത്തിലേക്ക് വന്ന് പ്രിയ മക്കളുടെ ദാമ്പത്യത്തിന്റെ കർത്താവെ അടുത്ത ചൂടുവയ്ക്കുവാനുള്ള അവസരം ഒരുക്കിയതുകൊണ്ട് സ്തോത്രം. ഇരു കുടുംബങ്ങളെ യോജിപ്പിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ രൂപേനേന്റെയും അവരുടെ മാതാപിതാക്കളായ വോയിസിനെയും നാൻസിയെയും കൊച്ചുമോളെയും കൊച്ചുമോനെയും അവരുടെ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും അവരെ വളർത്തിയതായ എല്ലാവരെയും ഓർത്തങ്ങെ സ്തുതിക്കുന്നതോടെ എത്തിച്ചേർന്നവർക്കായി പ്രാർത്ഥിക്കുന്നു.
വലിയൊരുവരെ പരിശീലിപ്പിച്ച ഇടവുകൾക്കായി സ്തോത്രം. കർത്താവെ, അവരെ ആയിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ ആശീർവദിക്കണമേ. അവരിലൂടെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങൾക്കും എല്ലാവർക്കും ഇടയാക്കണമേ. അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാൾത്തോറും അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിപ്പാൻ നിത്യമുഷസ്സിലും അന്ത്യയിലും പ്രാർത്ഥിക്കുവാൻ അവർക്കിടയാകണമേ. അവരുടെ കാലുകളെ കർത്താവിൻ്റെ പാതയെ സഞ്ചരിപ്പാനിടയാക്കണമേ. അവരുടെ കണ്ണുകൾ നിന്റെ മാത്രം നോക്കി സഞ്ചരിക്കുവാനിടയാകണമേ. കുറവുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ഓരോ ദിനന്തോറും വിടുവിക്കണമേ. അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ആവശ്യമുള്ള എല്ലാ ഭൗതികവും ആത്മീയവുമായ വിഭവങ്ങളെ അവർക്ക് കൊടുക്കണമേ. തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ. കുടുംബങ്ങൾക്ക് അനുഗ്രഹവും സന്തോഷമാകണമേ. ഇന്നിവിടെ നടന്ന എല്ലാ ചടങ്ങുകളിലൂടെയും കർത്താവിനോട് എന്ത് ആഗ്രഹിക്കുന്നു അത് നിറവേറുവാനിടയാക്കണമേ. സകല പോരായ്മകളെ നികത്തി സകല നന്മകൾക്ക് യോഗ്യരാക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ സർവ്വലഭനായ ദൈവത്തിൻ്റെ നിത്യമായ കൃപയും സാന്നിധ്യവും സമാധാനവും സൗഖ്യവും നാം എല്ലാവരുടെ കൂടെ, പ്രത്യേകിച്ച് ഇന്ന് വിവാഹ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിലേക്ക് ആലോചിക്കുന്ന മക്കളോടുകൂടി, ഈ കുടുംബങ്ങളോടുകൂടി, ഈ ഭവനത്തോടുകൂടി, പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഇന്നും എന്നും എന്നേക്കും ഉണ്ടായിക്കൊള്ളാറുണ്ട്. Every now and then, for eternity, God bless the day when He gave me you. Every now and then, for a lifetime, I bless this day and cherish your faith in me.